ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സാധാരണ നൂഡിൽസ് അല്ല, നമ്മൾ സേമിയ വെച്ചിട്ടാണ് ഈ ഒരു നൂഡിൽസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് സേമിയയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മുറിച്ചെടുക്കാതെ ഫുള്ളായിട്ടുള്ള സേമിയയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ശരിക്ക് ആ ഒരു നൂഡിൽസിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ ഇതിലേക്ക് സേമിയയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സേമിയ വേവിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ സേമിയൊക്കെ ഫുള്ളായിട്ട് ആ ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി ഈ ഒരു സേമിയ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ആ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതും അതുപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാഗി മസാലയാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പി നൂഡിൽസിൻ്റെ മസാലയാണ് എടുത്തിട്ടുള്ളത്. മാഗി മസാലയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മസാല നമുക്കൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു മസാലയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു സേമിയ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു മസാലനേറ്റ് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ഫോർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് 2 കൈയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ മസാല എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നൂഡിൽസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.